ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വിയേർഡ് മേക്കപ്പ് ലുക്കാണ്. അതായത് ഒരു വിച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ക്യാമറ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഞാൻ നോക്കുന്നത് സ്ക്രീനിലോട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഐ കോണ്ടാക്ട് കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും ഓക്കെ, അഡ്ജസ്റ്റ് പ്ലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വെറും മൂന്ന് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ബാക്കിലോട്ട് വെച്ച് കെട്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഹെയർ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ആവശ്യം അതായത് നമ്മൾ ബിയേർഡ് അല്ലെങ്കിൽ ഗോസ്റ്റ് ലുക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വെറും മൂന്ന് പ്രോഡക്റ്റ് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ വൈറ്റ് കളർ കിട്ടാനായിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ വോൾക്കാനിക് മഡ് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫേസ് മാസ്ക് ആണ്. ഓക്കെ, നമുക്ക് പെയിന്റ് അതിനൊക്കെ പകരം ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഫേസ് മാസ്ക് ആണ്. ഉപയോഗിച്ച് കഴിയാറായ ഇതാണ്, തീർന്നു. ഇന്നും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കഴിയും. അപ്പോൾ അതൊരെണ്ണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഐലൈനർ, നമുക്ക് വേണ്ടാത്തൊരു ഐലൈനർ, സാധനം ഇതിനകത്ത് വേണം കേട്ടോ. ഒരു ഐലൈനർ, പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ്, നല്ല കട്ട മെറൂൺ ഷെയ്ഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് കറക്റ്റ് ആയില്ലെങ്കിൽ എന്നോർത്തിട്ട് വേറെ 2 ഷെയ്ഡും കൂടെ വെച്ചിട്ടുണ്ട്. മെറൂൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, ഇത് ഞാൻ യൂസ് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതാണ് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, വരുമെന്നൊന്നും അറിയാൻ വയ്യ, തീർന്നു. ഓക്കെ, ഇത്രയും പ്രോഡക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഇട്ടെടുക്കാൻ പോവാണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ ചിലരൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ കയ്യിലൊക്കെ എന്താണ് പാടെന്നുള്ളത്. ഞാൻ ഇതുവരെ അത് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറയാണ്. എനിക്ക് സോറിയാസിസിൻ്റെ പ്രോബ്ലം ഉണ്ട്. കുഞ്ഞിലെ മുതലുള്ളതാണ് സ്കിന്നിൻ്റെ പ്രശ്നം. സോറിയാസിസ് ആണ്. കല്യാണത്തിന് മുന്നേയൊക്കെ കൺട്രോൾഡ് ആയിരുന്നു ഒരുവിധം, അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ടത് കൂടി വരാൻ തുടങ്ങി. കാരണം എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നിയത് ക്ലൈമറ്റ് മാറിയോണ്ട് ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല, അങ്ങനെ കല്യാണത്തിന് മുന്നേ ഒന്നും വീട്ടിൽ നിന്ന് അങ്ങനെ ഒരിടത്തും മാറി നിന്നിട്ടില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ചേഞ്ച് ആയിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ ചേട്ടനെ കാണിക്കാൻ വേണ്ടി ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ സ്ട്രെസ് കാരണമാണ്. മേ ബി ആയിരിക്കാം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. സോ മേ ബി അതുകൊണ്ടായിരിക്കാം. ഞാനിത് പറയാൻ കാരണം, ഞാൻ മുന്നേ ഒരു ഓണം ലുക്കിലൊരു കമ്മ്യൂണിറ്റി ടാബിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്ത് പറ്റി എന്നുള്ള കയ്യിൽ. അതുകൊണ്ടാണേ പറഞ്ഞത്. പിന്നെ കുറച്ച് എനിക്കൊരു Q&A ചെയ്യണം എന്നുണ്ടായിരുന്നു. ചെയ്യണം. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് കുറേ നാളുകൊണ്ടേ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. പിന്നെ എനിക്ക് പറയണം, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഉടനെ അതിനെ ഒന്ന് സെറ്റിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. പകുതി ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞു. നമുക്ക് നെറ്റിയുടെ ഭാഗവും കൂടെ ഉണ്ട്, അവിടെ ഇട്ട് കൊടുക്കാനേ. ഇത് ക്യാമറ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഡിലിടുന്നത്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കൊള്ളാം. ഇങ്ങനെയൊക്കെ ഫേസ് ട്രാക്കിംഗ് മോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ കൊള്ളാം. അതുകൊണ്ടാണ് പിന്നെ ഇതിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഫേസ് ഫുള്ള് ഏകദേശം കവർ ചെയ്യുന്നുണ്ട്. പൊട്ട് മാറ്റി. ഞാൻ ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ലുക്ക് നോ മേക്കപ്പ് ലുക്കായിരുന്നു കേട്ടോ. ജസ്റ്റ് കണ്ണെഴുതി പൗഡറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നുമില്ല. അയ്യോ പിടിയിലോ മൂടി. ദെൻ
നമ്മൾ ഫേസ് മാസ്ക് ഫുൾ കവർ ചെയ്ത്, അയ്യോ ഇങ്ങോട്ടായി പോയി, ക്യാമറ നോക്കി ഇട്ടിട്ടാണ്, എനിക്കൊന്ന് കറക്റ്റ് ഒരു ഇത് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെ കൂടെ ഇതാണ്. ഓക്കെ, ഇത്രേണ്ട ആവശ്യമുള്ളൂ നമുക്ക്. പിന്നെ ഈ ഏരിയയിൽ കൂടെ ഞാൻ ഇട്ട് കൊടുക്കാനേ. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇവക്ക് വേറെ പണിയൊന്നുമില്ല. യെസ്, പണിയൊന്നുമില്ലാത്തതാണല്ലോ. ഞാൻ ഈ മേക്കപ്പ് വീഡിയോ ചെയ്യാൻ കാരണം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചെയ്യണമെന്ന് തോന്നി. അന്ന് ഞാൻ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ലുക്ക് ചെയ്തിട്ട് ഹസ്ബൻഡിനെ കോൾ ചെയ്യുന്നത്, വീഡിയോ കോൾ ചെയ്യുന്നത്, പുള്ളിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളും. അത് വലിയ റീച്ചൊന്നും ആയിട്ടില്ല, 1K പോലും ആയിട്ടില്ല. എന്നാലും അതിൻ്റെ ഒരു അത് ചെയ്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ. ഓക്കെ, പിന്നെ എനിക്ക് കുറേ പേര് ക്വസ്റ്റ്യൻസ് അല്ല സോറി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 years കഴിഞ്ഞു, 3 years ആവാൻ പോകുന്നത്, അല്ല സോറി 2 years കഴിഞ്ഞു, 2.5. ഓക്കെ, അത്രയും ടൈമായി. അപ്പോൾ ബേബീസ് ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് ബേബി വേണ്ടാന്നുള്ളത്. ഞാനും ചേട്ടനും ആഗ്രഹിച്ചിട്ടില്ല. ലേറ്റ് ആക്കാമെന്നും ഒരു തീരുമാനം ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ഹെൽത്ത് കണ്ടീഷൻസ്, എൻ്റെത് മെയിനായിട്ട് PCOD, പിന്നെന്ന് പറയുമ്പോൾ PCODയെക്കാട്ടിലും അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ അതിനെക്കാട്ടിലും മെയിനാണ് ഈ സ്കിന്നിൻ്റെ പ്രശ്നം. ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഫുള്ള് സ്കിന്നിൻ്റെ പ്രശ്നം ഒരുവിധം കൺട്രോൾഡ് ആയിട്ട് മാത്രം ബേബിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പുള്ളി പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വേറൊരാൾക്ക് പകരില്ല. പക്ഷേ എങ്കിൽ എൻ്റെ ബോഡിയിൽ ആണ് എൻ്റെ ബേബി ഉണ്ടാവുക. ഓക്കെ, 9 months. അപ്പോൾ എൻ്റെ നിന്ന് എൻ്റെ ബേബിക്ക് ബ്ലഡ് ത്രൂ ഇത് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഇങ്ങനെ. അപ്പം കുറച്ച് പേർക്ക് അതിൻ്റെ മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ ദിവസവും. അത് കാണുന്നവർക്കോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്കോ ഒന്നും മനസ്സിലാവണമെന്നില്ല. അത്രയ്ക്ക് മാത്രം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ലൈഫ് മുന്നോട്ട് പോകാനായിട്ട്. ബട്ട് ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. എൻ്റെ ഹസ്ബൻഡ് എന്തിനേതിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പേര് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, ബിക്കോസ് ബിയർഡ് മേക്കപ്പ് വീഡിയോ പ്ലസ് സം ചിറ്റ് ചാറ്റ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഫേസ് ഫുൾ നമ്മൾ കവർ ചെയ്തു, ഫേസ് മാസ്ക് ഇട്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ ഐലൈനർ വെച്ചിട്ടുള്ള കളിയാണ്. ഓക്കെ, ഐലൈനർ എടുത്തു. വേണ്ടാത്തൊരു ഐലൈനർ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കൈവച്ചൊന്നും ഒരു പ്രയോഗമില്ല, ബ്രഷ് വെച്ചൊരു പ്രയോഗമില്ല, ഓൺലി കൈവച്ച് ഭയങ്കര അത് നമ്മൾ ശരിക്കും ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഓളമായി കൈ ഇപ്പൊ കറക്റ്റ് വിയർഡായി. ഓക്കെ, ഇവിടെ കുളമായ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഫേസ് മാസ്ക് എടുക്കുക, ഇവിടെ ഒന്ന് പൂശി കൊടുക്കുക, അത് നമുക്ക് കവർ ചെയ്യാം. എപ്പടി ഓക്കെ, അതൊന്നും നന്നായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഐലൈനർ, ഇത് തീർന്നതാണ് കേട്ടോ, പക്ക തീർന്ന ഐലൈനറാണ്. വീണ്ടും ഞാൻ അത് തന്നെ ചെയ്യും. ഞാനേ ഒരു മിനിറ്റ് പ്ലീസ്.
ഈ ഐലൈനർ അന്നത്തെ മേക്കപ്പ് ലുക്ക് ചെയ്തോടെ തീർന്നു. ഇനി വേറെ ഐലൈനർ എടുത്തിട്ട് വരും. അപ്പോൾ ഗൈസ് ഞാൻ പുതിയതാണ് എൻ്റെ പുതിയ ഐലൈനർ എടുത്തിട്ട് വന്നു. ലാസറിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വീണ്ടും മറ്റേ സംഭവം കവർ ചെയ്തെടുക്കുക. തെറ്റിപ്പോണു ഗൈസ്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു വന്നത്? സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ആണെന്ന് തോന്നുന്നു. ഇത് സ്കിന്നിന്റെ പ്രശ്നം എനിക്ക് സംഭവം അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു കല്യാണത്തിന് മുന്നേയൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, ഈ സോറിയാസിസ് കണ്ടീഷനുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോറിയാസിസ് അല്ല, എന്തൊരു അസുഖമായാലും അതുമായിട്ട് ഈ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ജീവിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ അറിയാനുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് നമ്മുടെ അസുഖത്തിനെ പറ്റി നന്നായിട്ട് അറിയായിരിക്കും, നമ്മുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയായിരിക്കും. പക്ഷേ എങ്കിൽ നമ്മളെ കാണുമ്പോഴൊക്കെ അവർ ചോദിക്കും, ഇത് എന്താ മോളെ കയ്യിൽ? എൻ്റെ അനുഭവമാണ് സത്യം. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. സോ നമ്മൾ ഒരു ബേബിയെ ലൈഫിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ അനുഭവിച്ചത് അത് അനുഭവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കില്ല. അതൊരു പേരൻസും ആഗ്രഹിക്കില്ല നമ്മുടെ ബേബി അതുപോലെ സഫർ ചെയ്യാൻ. അതുകൊണ്ടും കൂടെ നമ്മളിപ്പം കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികളാവേണ്ട സമയമായി, അതുകൊണ്ട് ഷടപടയെന്നും പറഞ്ഞിട്ട് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അതിൻ്റെ ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിലല്ല. ഞാൻ അങ്ങനെ ഒരു മെന്റാലിറ്റിയുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടതൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. അതിനൊക്കെ ശേഷം ഓക്കെ ആവും, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോബ്ലം കുറച്ചൊന്ന് കൺട്രോൾഡ് ആയതിനു ശേഷം മാത്രം അതിലോട്ട് തിരിയുന്നു എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ തീരുമാനം. അപ്പം നമ്മൾ ഓക്കെ, ഇതിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. സോറി, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവം ഒന്ന് മാറ്റി വെച്ച്. ഇനിയാണ് മെയിൻ കണ്ണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ചില ആൾക്കാരുണ്ട്, അറിയാമെങ്കിലും വന്നിട്ട് എന്താ മോളെ എന്ത് പറ്റി കയ്യിൽ വീണ്ടും കൂടിയോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അവർക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. വീണ്ടും വീണ്ടും വന്ന് നമ്മൾ ചോദിച്ച് സങ്കടപ്പെടുത്തും. ഞാൻ എങ്ങനെ പലപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നതായിട്ട് ഇവിടെ വന്നിരുന്ന് കരകിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ സമാധാനിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. പക്ഷെ ഒരിക്കലും ഈ പേരും പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് എന്നെ മാറ്റി നിർത്തിയോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഷീസ് ഓൾവേസ് വിത്ത് മീ. അതാണ് എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് തൽഭാഗം കവർ ചെയ്യാം. അയ്യോ എങ്ങനെയുണ്ട് ഗൈസ്? പക്ഷെ അതങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. ആരെങ്കിലും ഇങ്ങനത്തെ ഊള മേക്കപ്പ് ഇടുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഗൈസ്? ഓക്കെ, ഒരു കണ്ണ് റെഡിയായി. ഇനി നമുക്ക് മറ്റേ കണ്ണിലേക്ക് പോവാം. ഓൾറെഡി കുളമാണ്. എല്ലാവരും ഇപ്പൊ ഓണമൊക്കെ അല്ലേ, എല്ലാവരും ഓണം മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഗോസ്റ്റ് മേക്കപ്പ് ചെയ്യും. വെറൈറ്റി ലൈഫ്. നമ്മളെപ്പോഴും വെറൈറ്റി പിടിക്കാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മേൽഭാഗം നോക്കാം. ഞാൻ നല്ലപോലെ എഴുതിയിരുന്ന ഐലൈനറായിരുന്നു, എല്ലാം പോയച്ച്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടൊരു ചെറിയ പ്രേതമൊക്കെ തോന്നുന്നുള്ള ഗൈസ്. ഓക്കെ, ഇത് മതി.
കണ്ണിന്റെ താഴെ എഴുതുമ്പോൾ മാത്രം ഞാൻ ഈ വാ പൊളിക്കുന്നത് എന്തിനാണെന്ന്. അത് പൊതുവെ എല്ലാവരും അങ്ങനെയാണല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇത്രയും മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മേക്കപ്പ് എന്നൊക്കെ ആരാണെന്ന് പറയുന്നത് ഞാനല്ല. ഈ മൂക്കിന്റെ ഇവിടെ മൂക്കുത്തി കിടക്കുന്നത് കാരണം അവിടെ പുറത്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മൾ അടയ്ക്കണം ഗൈസ്. ഓക്കെ, ഇവിടെ ഉണ്ട്. എന്റെ മൂക്കിന്റെ ദ്വാരം എന്റെ മൂക്കിന്റെ ദ്വാരം ഭയങ്കര വലുതാണ്. അപ്പൊ അത് നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ കലാപരിപാടിയിലേക്ക് കടക്കാൻ ഗൈസ്. ഇവരുടേതായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി എനിക്ക് കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓടിപ്പിക്കുക. എന്റെ കണ്ണ് ചുമന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? അകപ്പടയിച്ചിപ്പുരം കാഴ്ചയാണുള്ളത്. അത് നിങ്ങൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ സോഡ ഗ്ലാസ് പറ്റും. ഓൾറെഡി എനിക്ക് സോഡ ഗ്ലാസ് ആണ്. ഓക്കെ, അത് നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൈസ് ഇനി നമുക്ക് മെയിൻ മേക്കപ്പിലോട്ട് നോക്കാം. ലിപ്സ്റ്റിക്. അയ്യോ സോറി ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഞാൻ മറന്നുപോയി. നമുക്കൊരു ചെറിയ സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഈ ബ്ലാക്ക് ലിപ്സ്റ്റിക് വെച്ചിട്ട് ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ട് തന്നെ ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം, ഒരു എഫക്റ്റിന് വേണ്ടി. കറക്റ്റ് ആയിട്ടുണ്ട് സാർ. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു മറ്റേ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കണം. ഞാൻ എപ്പോഴും എനിക്ക് നോക്കുമ്പോൾ ഞാൻ മാറിപ്പോകുന്നുണ്ട്. ക്യാമറ എവിടെയാണ്, പക്ഷെ ഞാൻ നോക്കുന്ന സ്ക്രീനിൽ. ഇനി നമുക്ക് റെഡ് ലിപ്സ്റ്റിക്കിലോട്ട് കിടക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ രാവിലെ കൊണ്ട് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അമ്മാമ്മ ഉണ്ട്, എന്നാലും ഒരു കമ്പനിക്കാരുമില്ല. അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാനിവിടെ അടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. ഇനി ഇതൊക്കെ കയ്യിൽ കളഞ്ഞിട്ടാണ് അടുത്ത റിലീസ് ചെയ്യാം. ഞാൻ ഒരു ദിവസം ചെയ്യുന്നെങ്കിൽ അങ്ങ് റീൽസ് ചെയ്യുന്നെങ്കിൽ അങ്ങ് നിരത്തി റീൽസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ നമ്മള് ലിപ്സ്റ്റിക്ക് ആദ്യം നമുക്ക് ഇവിടെ തന്നെ ഒന്ന് അകത്തൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഡബ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് മെറൂൺ കളർ വന്നാലേ ഒരു എഫക്റ്റ് കിട്ടും. ഇത് പക്ഷെ വേറെ എന്തായാലും കളറായി പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലൊരു ബ്രൗൺ ഷെയ്ഡ് ഇരിപ്പുണ്ട്. ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അലമ്പാവും. കറക്റ്റ് ഒരു ചോരയിലെ ലുക്കൊക്കെ വന്നിട്ടില്ലേ ഗൈസ്? ആർക്കറിയല്ലേ. പക്ഷെ അത് മാത്രം അലമ്പായി പോയി. ഇനി നമുക്ക് ഈ സൈഡിലൊരു വെട്ടിങ്ങനെ കൊടുത്താലോ? എന്നിട്ട് നമുക്കിങ്ങനെ പിന്നിക്കെട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആഹാ, അത് മഞ്ഞുപോയി. ഒരു വെട്ട് ബ്ലാക്ക് ഇട്ട് തുന്നിക്കെട്ട് കൊടുക്കല്ലേ. എവിടെ എന്താണോ തെളിയാത്ത? ഇങ്ങനെ കൊടുക്കാം. ശിക്ഷ പൊസിഷനൊക്കെ കൊടുക്കാം. അടിപൊളി ചളക്കുളമായി. എന്നാലും സാധ്യല്ല, ഒരു ലുക്ക് വന്നിട്ടുണ്ട്.
കയ്യിലേക്ക് ബ്ലെൻഡ് ചെയ്ത കുളമായിരിക്കും അതുകൊണ്ട് വേണ്ടത്. ഇനി നമുക്ക് ബ്രൗൺ ലിപ്സ്റ്റിക് തന്നെ വീണ്ടും കൊടുക്കാമേ. എന്നിട്ട് സോറി, ഇതിന്റെ ചുറ്റും മോണം കൊടുക്കാലോ. ഇരു സൈഡൊന്നും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ മതി. ഇപ്പൊ ഒരുവിധം ആ ഒരു ലുക്ക് ക്രിയേറ്റ് ആയി വിചാരിക്കുന്നു ഗൈസ്. അറിയാൻ വയ്യ. ഇനി നമുക്ക് മേക്കപ്പ് കഴിഞ്ഞു ഫിനിഷ് ആയി. ഇതിന്റെ കൈയൊക്കെ കോളായി. നമുക്ക് ക്ലിപ്പ് അഴിച്ചിടാം. മുടി ഇങ്ങനെ ഇടാം. ഓ ഷിറ്റ്, മുടിയിലായി. ഇനി നമുക്ക് എങ്ങനെയുണ്ട് സെക്സി ഗോസ്റ്റ്. ചുമ്മാ സെക്സി എന്നുള്ള എന്നാലും നന്നായിട്ടുള്ള ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരെ. ടാറ്റാ.